ഇതെന്തിനാണ് ഉപയോഗിക്കുക എല്ലാവർക്കും അറിയാലോ. ഇതുകൊണ്ട് ഒരെണ്ണം അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ കുക്കറിൻ്റെ മൂടിയാണ്. അപ്പോൾ ഈ കുക്കറിൻ്റെ മൂടി ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഹാബിറ്റ് വന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലൈക്കായി, എത്ര വ്യൂ ആയി, എത്ര കമൻറ്റായി. ഈ ഒരു ഹാബിറ്റ് ആദ്യമൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റ് തന്നിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച അത്ര നമുക്ക് വ്യൂസൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഡിസ്കറേജ്ഡായി, ഡീമോട്ടിവേറ്റഡായി. അപ്പോൾ ഞാൻ പണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നിർത്താനുണ്ടായ ഒരു മാനസികാവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു മിനി വേർഷൻ എനിക്ക് ഫീൽ ചെയ്തു. എത്ര റെസ്പോൺസ് ഇല്ല, ആളുകൾ അത്ര ഒന്നും എൻഗേജ്ഡ് ആവുന്നില്ല. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ എന്ന് ഞാൻ തന്നെ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഡിസ്കറേജ്ഡ് ആവാൻ തുടങ്ങി. കഴിഞ്ഞ 3 ദിവസമായിട്ട് ജോലിയുടെ തിരക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനെ ബ്ലെയിം ചെയ്യുകയാണ്. പക്ഷേ ഇൻ റിയാലിറ്റി എനിക്ക് വ്യൂസൊക്കെ കണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു ഡിസ്കറേജ്ഡായി. പിന്നെ എപ്പോഴും ഈ വീഡിയോ എത്ര ലൈക്കായി, എത്ര വ്യൂ ആയി നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലുപരി ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് എത്രയായി എന്ന് നോക്കുന്നതിലേക്ക് എൻ്റെ ഫോക്കസ് പോയി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ 3 മണിക്കാണ് ഉറങ്ങിയത്. ഇന്ന് ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ചെറിയൊരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പ്രഷർ കുക്കർ നമ്മൾ അടച്ച് വെച്ചിട്ട് അത് പാകമാവാൻ ഇത്ര വിസിലുണ്ടാവും ഓരോ ഫുഡ് അനുസരിച്ചിട്ട്. ഞാൻ വലിയ കുക്കല്ല, എന്നാലും എനിക്കറിയാവുന്നൊരു കാര്യം പറയുകയാണ്. പക്ഷെ അത് എന്തായി എന്ന് കുക്കർ ഇങ്ങനെ തുറന്നു നോക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫുഡ് എന്തായാലും കുക്കാവില്ല എളുപ്പം, അല്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുക്കാവാൻ, അത് സക്സസ് ആവാൻ കുറച്ച് സമയം അതിന് കൊടുക്കണം. വലിയ കാര്യങ്ങൾക്ക് ഒരുപാട് സമയം വേണം, കുറേ വിസിൽ വേണ്ട പോലെ. അപ്പോൾ ഈ ഒരു കുക്കർ കാണുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരട്ടെ. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, അത് സമയമെടുത്തായാലും യു വിൽ ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കി നിങ്ങളുടെ സമയം കളയാതെ ആ കാര്യത്തിലേക്ക് ഫുൾ ഫോക്കസ് എനിക്കും നിങ്ങൾക്കും കൊടുക്കാം. അതിലൂടെ കൂടുതൽ റിസൾട്ട്സ് നമുക്കുണ്ടാക്കാൻ സാധിച്ചേക്കാം. സോ കീപ് ഗോയിങ്. വൺ ഡേ യു വിൽ അച്ചീവ് വാട്ട് എവർ യു വിഷ് ഫോർ.